നമസ്കാരം. എന്താ അല്ലേ ഇന്നലെ രാത്രി നടന്നത്? ഇന്ത്യ വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ നമ്മുടെ വെസ്റ്റ് ഇൻഡീസിനെ ആധികാരികമായി തോൽപ്പിച്ചേക്കുവാണ്. ആരുടെ കരുത്തിൽ? നമ്മുടെ സഞ്ജു ചേട്ടൻ്റെ പവറിൽ. ഒരുപാട് സന്തോഷമായി. ഓക്കെ, ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ചാനലിൽ പൊതുവെ ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് ക്രിക്കറ്റ് കളിക്കാനും ക്രിക്കറ്റ് കാണാനും അതിലുപരി ക്രിക്കറ്റിനെക്കുറിച്ച് സംസാരിക്കാനൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനൊരു ഇന്നിങ്സ് കാണുമ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് സംസാരിച്ച് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇടാമെന്ന് വിചാരിച്ചു. എന്നിട്ട് പൊന്നു, കിഡിലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡിലൻ ഇന്നിങ്സ്. അതും ഇത്രയും ഹൈ പ്രഷറായിട്ടുള്ളൊരു ഗെയിമിൽ ഇങ്ങനൊരു ചേസിൽ ഇത്രയും കാം ആൻഡ് കമ്പോഷറോടുകൂടി ബാറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. നമ്മൾ വിരാട് കോഹ്ലിയിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു സോർട്ട് ഓഫ് ചേസിങ് ഇന്നിങ്സ് ആയിരുന്നു ഇന്നലെ സഞ്ജു ചെയ്തത്. വിത്ത് അബ്സല്യൂട്ട് കാം ആൻഡ് കമ്പോഷർ. 97 നോട്ട് ഔട്ട് ഓഫ് 50 ബോൾസ്. ഒരു 3 റണ്ണും കൂടി ഉണ്ടായിരുന്നെങ്കിൽ സെഞ്ചുറി. പക്ഷേ സെഞ്ചുറി അല്ല, സെഞ്ചുറി സഞ്ജു ഇതിന് മുന്നേ എടുത്തിട്ടുണ്ട്. 3 സെഞ്ചുറി T20യിലും 1 സെഞ്ചുറി വൺ ഡേയിലും ഉണ്ട്. പക്ഷേ ആ ഇന്നിങ്സുകളേക്കാൾ സഞ്ജുവിൻ്റെ കരിയറിലെ ദ ബെസ്റ്റ് ഇന്നിങ്സ് ആയിരിക്കും ഈ ഒരു 97. കാരണം ഇതൊരു ക്രൂഷ്യൽ ഗെയിമാണ്. ഈ കളി ഇന്നലെ ഇന്ത്യ തോറ്റിരുന്നെങ്കിൽ ഇന്ത്യ ഔട്ട് ഓഫ് ദ വേൾഡ് കപ്പാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് സഞ്ജു നിന്ന് ഇന്ത്യ ജയിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ഒരുപാട് കാലമായിട്ട് കൊതിച്ചത് ഇങ്ങനത്തെ ഒരു ഇന്നിങ്സിന് വേണ്ടിയാണ്, സത്യം. കാരണം സഞ്ജു ടീമിന് വേണ്ടി ഒരു 20-30 പെട്ടെന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യും, ഔട്ടാവും, പിന്നെ ബാക്കിയുള്ളവർ നിന്ന് കളിച്ച് ജയിപ്പിക്കും. അപ്പോൾ ആ സഞ്ജുവിൻ്റെ 20-25 ആരും കാര്യമായിട്ട് എടുക്കാറില്ല. കാരണം അതത്രയല്ലേ ഉള്ളൂ റണ്ണ് എന്ന് പറയും. പക്ഷേ സഞ്ജു അല്ലാത്ത കളികളിൽ ഈ വേൾഡ് കപ്പ് ശ്രദ്ധിച്ചാൽ ഇന്ത്യയുടെ ഫസ്റ്റ് വിക്കറ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പോവും. സഞ്ജു ഒരു സൈഡിലുള്ളത് കൊണ്ട്, ആ ഒരു അഗ്രസീവ് സ്റ്റാർട്ട് കിട്ടുന്നത് കൊണ്ട് ആ ഒരു മൊമെൻറ്റം വെച്ച് മറ്റുള്ളവർ റൺസ് എടുക്കുന്നുണ്ട്. ഈവൺ ദോ നമ്മുടെ ബാറ്റ്സ്മാൻമാർ ഈ ഫോമിൽ അങ്ങനെ ഒരു ഗൺ ഫോമിലൊന്നുമല്ല, പ്രഷറിലാണ്, ഔട്ട് ഓഫ് ഫോമിലാണെങ്കിലും ആരെങ്കിലുമൊക്കെ ആയിട്ട് ജയിപ്പിക്കും. ബട്ട് സഞ്ജുവിൻ്റെ ആ ഒരു ഇനീഷ്യൽ സ്റ്റാർട്ടിങ് നമുക്ക് നല്ല പൊതുവേ ആളുകൾക്ക് അത്ര വലിയൊരു മതിപ്പില്ല. കാരണം 20 റണ്ണല്ലേ എടുക്കുള്ളൂ എന്ന്. അപ്പോൾ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, സഞ്ജു ആ ഒരു ഇന്നിങ്സ് ഒന്ന് ബിൽഡ് ചെയ്തിരുന്നെങ്കിൽ, ഒരു 50+ സ്കോർ എടുത്തിരുന്നെങ്കിൽ എന്നൊക്കെ. കാരണം പുള്ളി സെൽഫ്ലെസ് ആയിട്ട് ആണ് കളിക്കാറ്. ഈ ഒരു സിറ്റുവേഷനിൽ സംബഡി ഹാസ് ടു ആങ്കർ ദ ഇന്നിങ്സ് എന്ന് വെച്ചിട്ട് ഭയങ്കര സ്ലോ ആയിട്ട് പോകണമെന്നല്ല, അഗ്രസീവ്നെസ് വേണം. അതോടൊപ്പം തന്നെ സിംഗിൾസൊക്കെ ഇട്ട് റൊട്ടേറ്റ് ചെയ്ത് ഒരു കംപ്ലീറ്റ്ലി ഇന്നിങ്സ് കളിക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ചേസ് മാസ്റ്റർ വിരാട് കോഹ്ലിയുടെയൊക്കെ ഒരു ഇന്നിങ്സിൻ്റെ അതേപോലെ തന്നെ ഒരു ഇന്നിങ്സാണ് ഇന്നലത്തെ 97. 190 സ്ട്രൈക്ക് റേറ്റിലാണ്. ഓക്കെ, 4 6ഉം 12 4ഉം. അത് തന്നെ ആ ഒരു ഓരോ ഷോട്ട്സിൻ്റെയും ഒരു ഭംഗി. നമ്മളിപ്പോൾ ഹൈലൈറ്റ്സ് ഞാൻ കണ്ടിട്ടില്ല, മാച്ച് ലൈവ് ഞാൻ കണ്ടു, ഹൈലൈറ്റ്സ് കാണണമെന്ന്. മോന് ചില ഷോട്ട്സൊക്കെ പക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡിലൻ, മറ്റേ ബാക്ക് ഫുട്ടിൽ പോയിട്ടുള്ള കിഡിലൻ കട്ട് ഷോട്ട്സ്, അതുപോലെ പുൾ ഷോട്ട്സ്. ഒരു സ്ട്രെയിറ്റ് ഡ്രൈവ് കളിച്ചിരുന്നു, അത് അൺഫോർച്ചുനേറ്റ്ലി ആ സ്റ്റെമ്പിൽ കൊണ്ടുപോയിട്ട് റണ്ണ് പോയില്ല. പക്ഷേ അത് ഐ തിങ്ക് ഈ ഒരു ഇന്നിങ്സിലെ ഏറ്റവും ബെസ്റ്റ് ഷോട്ടായിരുന്നു ആ സ്ട്രൈറ്റ് ഡ്രൈവ്. പെർഫെക്റ്റ് ടൈമിങ്. എനിക്കറിയാം, ന്യൂസിലാൻഡായിട്ടും ഇംഗ്ലണ്ടായിട്ടുള്ള സീരീസിൽ കംപ്ലീറ്റ് ഫെയിലിയർ ആയിരുന്നു സഞ്ജു. ഓക്കെ, ഞാൻ തന്നെ വിമർശിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ സഞ്ജു പ്ലേയിങ് 11 ഇല്ല, വാട്ടർ ബോയ് ആയിട്ടാണ് കയറിയത്. അത്രയും കാലിബറുള്ള സഞ്ജു സാംസണിനെ പോലുള്ളൊരു പ്ലെയർ, ഇന്ത്യയുടെ ഒരു മാച്ച് വിന്നർ, വാട്ടർ ബോയ് ആയിരുന്നു. പക്ഷേ മറ്റുള്ള ടീം മെമ്പേഴ്സും വലിയ ഫോമിലൊന്നും അല്ല. അതുകൊണ്ട് സഞ്ജുവിന് അവസരം കിട്ടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കേസ് അഭിഷേക് ശർമ്മയും മറ്റ് തിലക് വർമ്മയൊക്കെ ഗൺ ഫോമിലായിരുന്നെങ്കിൽ മേ ബി ആ പ്ലേയിങ് 11 തന്നെ കണ്ടിന്യൂ ചെയ്തേനെ. സഞ്ജുവിന് ഒരു കളി പോലും അവസരം കിട്ടും തോന്നുന്നില്ല. പക്ഷേ മറ്റുള്ളവരുടെ ഫോം ഔട്ട് കാരണം സഞ്ജുവിന് അവസരം കിട്ടി. ഇപ്പോൾ ആ അവസരം സഞ്ജു ശരിക്കും മുതലാക്കിയെന്ന് വേണം പറയാൻ. മാച്ച് നോക്കിക്കഴിഞ്ഞാൽ റെഗുലർ പാർട്ട്ണർഷിപ്സ് ഉണ്ടായിരുന്നു. അതിലൊക്കെ തന്നെ സഞ്ജു ആയിരുന്നു ഡോമിനൻറ്റ്. കാരണം ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യ ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ആണെങ്കിലും അഭിഷേക് ശർമ്മയുടെ ആണെങ്കിലും ഇഷാൻ കിഷൻ്റെയൊക്കെ ആണെങ്കിലും അവരൊരു സൈഡിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ സ്ട്രൈക്ക് റേറ്റ് നോക്കിയാൽ അറിയാം. പക്ഷേ പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്തു. നമ്മൾ ഒരിക്കലും ഒരു 2 വിക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തില്ല.
ആൾക്കാർ പറയും സഞ്ജുവിനും സെഞ്ചുറി അടിക്കാമായിരുന്നു, ആ ദൂബെ 2 4 അടിച്ചുകൊണ്ടല്ലേ എന്ന്. പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ ദൂബെ അടിച്ച 2 4 എത്ര ക്രൂഷ്യലായിരുന്നു എന്നറിയോ. ഇൻ കേസ് ആ 2 4 വന്നില്ല, അല്ലെങ്കിൽ ആ 2 ലെഗ് ബൈ, ഐ തിങ്ക് 10 റണ്ണോളം 19ാം ഓവറിൽ വന്നു, അത് വന്നില്ലായിരുന്നെങ്കിൽ ലാസ്റ്റ് ഓവറിൽ പ്രഷർ കയറിയേനെ. ചിലപ്പോൾ സഞ്ജു എങ്ങാനും ആ സിറ്റുവേഷനിൽ ഔട്ടായിട്ടുണ്ടെങ്കിൽ കളി ആകെ തിരിഞ്ഞേനെ. സോ പേഴ്സണൽ മൈൽ സ്റ്റോൺ അല്ല പ്രധാനം. സഞ്ജു ഇനിയും സെഞ്ചുറികൾ അടിക്കും, പക്ഷേ ഈ 97 സഞ്ജു ഇനി അടിക്കാൻ പോകുന്ന എത്ര സെഞ്ചുറിനേക്കാളും വലുതായിരിക്കും. കാരണം ഇതൊരു വേൾഡ് കപ്പ് മാച്ചാണ്. പിന്നെ ചില ആളുകൾ, അത് നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഉള്ള ആളുകളാണ്, സൗത്ത് ആഫ്രിക്കയായിട്ട് ഇന്ത്യ തോറ്റപ്പോൾ ഇന്ത്യ അങ്ങ് റൈറ്റ് ഓഫ് ചെയ്തു. നിങ്ങൾ ഏത് ടീമിനെയാണ് റൈറ്റ് ഓഫ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കണം. ഇത്രയും കാലം കൺസിസ്റ്റൻ്റായിട്ട് 2024 വേൾഡ് കപ്പിൽ ഒരു തോൽവി പോലും ഇല്ലാണ്ട്, അതിന് ശേഷമുള്ള സീരീസുകളിൽ ഒരു സീരീസ് പോലും തോൽക്കാതെ, ഓക്കെ, അത് ഹോം ആയിക്കോട്ടെ എവേ ആയിക്കോട്ടെ, അങ്ങനെ കളിച്ച ഒരു ടീമിനെയാണ് നിങ്ങൾ റൈറ്റ് ഓഫ് ചെയ്തത് ബിക്കോസ് ഓഫ് 1 ലോസ്. ഓക്കെ, ആ ലോസ് അത്യാവശ്യം നല്ല ലോസ് തന്നെയായിരുന്നു. നമ്മുടെ ബാറ്റ്സ്മാൻമാർ ഉത്തരവാദിത്തമില്ലാതെ കളിച്ചു, ഒക്കെ സമ്മതിച്ചു. പക്ഷേ ഏതൊരു ടീമിനും അങ്ങനെ ഒരു ദിവസം ഉണ്ടാവാം എന്ന് വിചാരിച്ച് ഇന്ത്യൻ ടീമിനെ എഴുതി തള്ളുക എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല. ഇപ്പോഴും ഞാൻ പറയുന്നു, അഭിഷേക് ശർമ്മയുടെ ഒന്നും ഫോമിൻ്റെ 10-1 പോലും അല്ല അയാൾ നിൽക്കുന്നത്. അയാളെങ്ങാനും ഫൈനലിലൊക്കെ ഫോമായി കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടില്ല. അടുത്ത കളി നമ്മൾ ഇംഗ്ലണ്ടായിട്ടാണ്, സെമി ഫൈനൽ. ഇംഗ്ലണ്ടിനെ ഒരിക്കലും കുറച്ച് കാണാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഉള്ള ഇന്ത്യയുടെ ഫോം വെച്ചിട്ട് ഇന്ത്യക്ക് ഇംഗ്ലണ്ട് വലിയൊരു വെല്ലുവിളി ആവുമെന്നും എനിക്ക് തോന്നുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് സൗത്ത് ആഫ്രിക്കനെ ഒന്നും കൂടി കിട്ടട്ടെ. അതൊക്കെ നമുക്ക് അപ്പം പറയാം. എന്തായാലും എനിക്ക് ക്രിക്കറ്റ് ടോക്സ് ആയിട്ട് മുന്നോട്ട് പോകാനും താല്പര്യമുണ്ട് വ്ളോഗ്സിൻ്റെ കൂടെ. സോ ഇത്തരത്തിലുള്ള വീഡിയോസ് വേണോ വേണ്ടയോ എന്ന് നിങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം ഞാൻ നേരുന്നു. ബൈ.